ജൂലൈ 10 ഇതാ വീണ്ടും ഒരു അവധിയിലേക്കാണ് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജൂലൈ 10 കേരളത്തിൽ SFI എന്ന് പറയുന്ന സംഘടന വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സ്കൂളുകൾക്കും മാത്രമല്ല കോളേജുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിദ്യാഭ്യാസ ബന്ദ് ബാധകമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ DYFI സംഘടന എന്ത് ചെയ്യുന്നുണ്ട്, SFI ആയിട്ട് ഈ ഒരു വിദ്യാഭ്യാസ ബന്ദിനെ അനുകൂലിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാരിൻ്റെ സംഘടന ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി കുട്ടികൾക്കും നാളെ ക്ലാസ് നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളോട് ഇറങ്ങി പോകാനായിരിക്കും പറയുക. അപ്പോൾ വിദ്യാഭ്യാസ ബന്ദ് നമുക്ക് ഏകദേശം കൺഫേംഡ് ആണ്. അപ്പോൾ നോക്കുമ്പോൾ ചൊവ്വ ലീവ് കിട്ടി, ബുധൻ ലീവ് കിട്ടി, വ്യാഴാഴ്ചയും ഇനിയിപ്പോൾ ലീവ് കിട്ടിയേക്കും. അപ്പോൾ 3 ദിവസം അടുപ്പിച്ച് പഠിപ്പ് മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാട്ടോ, ഈ 3 ദിവസവും പഠനം മുടങ്ങിയത് കൊണ്ട്, അല്ലെങ്കിൽ 3 ദിവസം പഠനം എന്ന പണി മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് നിങ്ങൾ വെള്ളിയാഴ്ച എന്ത് ചെയ്യാണ്, നിങ്ങൾ സ്വയം പഠനം മുടക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾക്ക് അവധി കിട്ടും. അപ്പം എന്തായി, ശനിയും ഞായറും ഓൾറെഡി ലീവാണല്ലോ, പിന്നെ തിങ്കളാഴ്ച പോയാൽ പോരെ. അത് മടിയന്മാർക്കുള്ളതാണ്. എന്തായാലും പഠിക്കാതിരിക്കരുത്, പഠിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും കേട്ട വാർത്തകൾ പ്രകാരം ജൂലൈ 10 നിങ്ങൾ സ്കൂളിൽ പോയാലും നിങ്ങളെ സ്കൂളിലേക്ക് എന്ത് വരും, ഈ ഒരു വിദ്യാർത്ഥി സംഘടന SFIയുടെ നേതാക്കൾ വന്നിട്ട് സ്കൂളിൽ ഇറങ്ങി പോകാൻ പറയും. ഓക്കെ, അപ്പോൾ ഏതായാലും ഫൈനലി കൺഫേംഡ് ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.